സർഗാത്മക വായനയുടെ വസന്തം എന്ന പ്രമേയത്തിൽ റിസാല ക്യാമ്പയിൻ 2014 ഓൺലൈൻ ഡാറ്റ എൻട്രിയുടെ നിർദ്ദേശങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. SSF സംസ്ഥാന കമ്മിറ്റി കീഴിലുള്ള 3 ഔദ്യോഗിക വെബ്സൈറ്റുകളായ risalaonline.com, ssfkeralainfo.com, ipbkerala.com ഈ 3 സൈറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ ക്യാമ്പയിൻ 2014 എന്ന ലിങ്കിൽ പ്രവേശിച്ച് യൂസർ നെയിം പാസ്വേഡ് നൽകിയാൽ അതത് പേജുകൾ തുറക്കാവുന്നതാണ്. അടിസ്ഥാനപരമായി എൻട്രികൾ നടക്കുന്നത് യൂണിറ്റ് ഘടകത്തിലാണ്. യൂണിറ്റ് കമ്മിറ്റികൾക്ക് നൽകിയ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് അഡ്രസ് എൻട്രി ചെയ്യേണ്ടത് സെക്ടർ കമ്മിറ്റിയാണ്. യൂണിറ്റ് കമ്മിറ്റിയുടെ യൂസർ നെയിം പാസ്വേഡ് നൽകി കഴിഞ്ഞാൽ യൂണിറ്റിന്റെ പേജ് തുറക്കാൻ കഴിയും. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് അഡ്രസ് എൻട്രി ചെയ്യുന്ന പേജുകൾ തുറക്കാം. റിസാല സിംഗിളായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ആവശ്യമായ അഡ്രസ്സുകൾ ടൈപ്പ് ചെയ്ത് പിൻകോഡ് എൻറ്റർ ചെയ്യുക. എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് ക്ലിക്ക് ഹിയർ എന്ന ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പിൻകോഡിന് കീഴിലുള്ള മുഴുവൻ പോസ്റ്റ് ഓഫീസുകളും ഡിസ്പ്ലേയിൽ തെളിയും. ശരിയായ പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്ത ശേഷം പോസ്റ്റ് ഓഫീസും ജില്ലയും ഡിസ്പ്ലേയിൽ തെളിഞ്ഞാൽ നിങ്ങൾക്ക് വരി ചേർക്കുന്ന വർഷവും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായ എമൗണ്ട് ഡിസ്പ്ലേയിൽ തെളിയും. ശേഷം ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത അഡ്രസ്സുകൾ സബ്സ്ക്രൈബർ ലിസ്റ്റിൽ തെളിയുന്നതായിരിക്കും. യൂണിറ്റിന്റെ പേജിൽ എൻട്രി നടത്തിയ അഡ്രസ്സുകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാനും ഡിലീറ്റ് ചെയ്യുവാനും സാധിക്കും. ഉദാഹരണമായി ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഡിസ്പ്ലേയിൽ വരുന്ന പോസ്റ്റ് ഓഫീസുകളിൽ നിങ്ങളുടെ കൃത്യമായ പോസ്റ്റ് ഓഫീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് പുതിയതായി ഈ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ബണ്ടിലായിട്ടാണ് റിസാല ലഭിക്കേണ്ടതെങ്കിൽ ബണ്ടിൽ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം അഡ്രസ്സും കോപ്പികളുടെ എണ്ണവും കൃത്യമായി നൽകിയ ശേഷം ആഡ് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ലിസ്റ്റിൽ നിങ്ങൾ വരി ചേർത്ത
മുഴുവൻ റിസാലകളുടെ എണ്ണമടക്കം ഡിസ്പ്ലേയിൽ തെളിയുന്നതാണ്. എൻട്രി നടത്തിയ അഡ്രസ്സുകൾ ലെഡ്ജർ നമ്പറോട് കൂടി തന്നെ യൂണിറ്റ് ഘടകങ്ങൾക്ക് പ്രിന്റ് എടുക്കുവാനുള്ള സൗകര്യവുമുണ്ട്. ഇതേ ലെഡ്ജർ നമ്പർ തന്നെയാണ് ഓഫീസിലും ഉപയോഗിക്കുക എന്നത് പരാതികൾ അറിയിക്കുവാൻ സഹായകമായിരിക്കും. നിങ്ങൾ സെക്ടർ കമ്മിറ്റിക്ക് നൽകിയ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് തുറക്കുമ്പോൾ യൂണിറ്റുകൾ എൻട്രി ചെയ്ത റിസാലകളുടെ വിവരങ്ങൾ അറിയുവാനും അതോടൊപ്പം സെക്ടർ കമ്മിറ്റിയുടെ കീഴിൽ നടന്ന മുഴുവൻ എൻട്രികളുടെയും ലിസ്റ്റ് ലെഡ്ജർ നമ്പറോട് കൂടെ പ്രിന്റ് എടുക്കുവാനും സാധിക്കുന്നതാണ്. ഡിവിഷൻ കമ്മിറ്റിയുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഡിവിഷൻ കമ്മിറ്റി നേരിട്ട് വരി ചേർത്ത പ്രമുഖരുടെ അഡ്രസ് എൻട്രി ചെയ്യുവാനും സെക്ടർ കമ്മിറ്റികൾ എൻട്രി ചെയ്ത റിസാലകളുടെ കണക്കുകൾ അറിയുവാനും സാധിക്കും. അതോടൊപ്പം ഡിവിഷൻ ഘടകത്തിൽ അടച്ച തുകയേക്കാൾ കൂടുതൽ എൻട്രി ചെയ്ത സെക്ടറിലെ കൂടുതൽ വരുന്ന അഡ്രസ്സുകൾ അൺഅപ്രൂവ് ചെയ്യുവാനും സൗകര്യമുണ്ട്. ഉദാഹരണമായി ഇങ്ങനെ അപ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്രൂവ് ചെയ്ത ശേഷം അൺഅപ്രൂവ് ആയിരിക്കുന്ന വരിക്കാരുടെ വിവരങ്ങൾ നമുക്ക് ഇങ്ങനെ പരിശോധിക്കാം.